ക്ലാസ് 7 താരീഖ് ലെസൺ നമ്പർ 3. 1. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക സന്ദേശം എത്തുന്നത് എവിടെയാണ്? കേരളത്തിലാണ് ആദ്യമായി ഇസ്ലാമിക സന്ദേശം ഇന്ത്യയിൽ എത്തുന്നത്. 2. മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ വരുന്ന ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ആദ്യമായി ഉണ്ടാകുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ് മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ വരുന്ന ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ആദ്യമായി ഉണ്ടാകുന്നത്. 3. ഇസ്ലാം വടക്കേ ഇന്ത്യയിൽ എത്തുന്നത് ഏത് ഉമവി ഭരണാധികാരിയുടെ കാലത്താണ്? വലീദ് ബിനു അബ്ദുൽ മലിക്കിന്റെ കാലത്താണ് ഇസ്ലാം വടക്കേ ഇന്ത്യയിൽ എത്തുന്നത്. 4. ലഖ്ബക്ഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ് ലഖ്ബക്ഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5. കുത്തുബുദ്ദീൻ ഐബക്ക് ആരുടെ അടിമയായിരുന്നു? ഷിഹാബുദ്ദീൻ ഗോറിയുടെ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. 6. കുത്തുബ് മീനാർ പണി കഴിപ്പിച്ചത് ആര്? കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തുബ് മീനാർ പണി കഴിപ്പിച്ചത്. 7. ഏത് പള്ളിയുടെ മിനാരമാണ് കുത്തുബ് മീനാർ? ഡൽഹിയിലെ ഖുവ്വത്തുൽ ഇസ്ലാം പള്ളിയുടെ മിനാരമാണ് കുത്തുബ് മീനാർ. 8. കുത്തുബുദ്ദീന് ശേഷം ഭരണം നടത്തിയത് ആരാണ്? ഇൽത്തുമിഷാണ് കുത്തുബുദ്ദീന് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയത്. 9. ഇൽത്തുമിഷ് ആരുടെ അടിമയായിരുന്നു? കുത്തുബുദ്ദീൻ ഐബക്കിന്റെ അടിമയായിരുന്നു ഇൽത്തുമിഷ്. 10. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ അടിത്തറ ഭദ്രമാക്കിയത് ആര്? ഇൽത്തുമിഷാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ അടിത്തറ ഭദ്രമാക്കിയത്. 11. മർദ്ദിതർക്ക് ഉടനടി നീതി നടപ്പിലാക്കാൻ മർദ്ദിതർ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് ഇൽത്തുമിഷ് നിർദ്ദേശം നൽകിയത്? നീല നിറത്തിലുള്ള. മർദ്ദിതർക്ക് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് ഇൽത്തുമിഷ് നിർദ്ദേശം നൽകിയത്. 12. റസിയ സുൽത്താനയുടെ പിതാവ് ആര്? ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. 13. റസിയ സുൽത്താനയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയത് ആര്? നാസിറുദ്ദീൻ മഹ്മൂദാണ് റസിയ സുൽത്താനയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയത്. റസിയ സുൽത്താനയുടെ സഹോദരനാണ് നാസിറുദ്ദീൻ മഹ്മൂദ്. 14. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി ആരാണ്? റസിയ സുൽത്താനയാണ് ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. ഇൽത്തുമിഷിന്റെ മകളാണ്. 15. നാസിറുദ്ദീൻ മഹ്മൂദ് സ്വന്തം ചിലവുകൾ നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? വിശുദ്ധ ഖുർആൻ പകർത്തി എഴുതിക്കൊണ്ട്. ഇൽത്തുമിഷിന്റെ മകനായ നാസിറുദ്ദീൻ ഖുർആൻ പകർത്തി എഴുതിക്കൊണ്ടാണ് തന്റെ ജീവിത ചിലവുകൾ വഹിച്ചിരുന്നത്. 16. എന്നെ അല്ലാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാക്കുന്ന യാതൊരു കാര്യവും നീ ചെയ്തു പോകരുത്. ആരാണ് ഇത് പറഞ്ഞത്? നാസിറുദ്ദീൻ മഹ്മൂദാണ് ഗിയാസുദ്ദീൻ ബാൽബനോട് ഈ കാര്യം പറഞ്ഞത്. 17. നാസിറുദ്ദീൻ മഹ്മൂദിന് ശേഷം ഭരണം നടത്തിയത് ആര്? ഗിയാസുദ്ദീൻ ബാൽബനാണ് നാസിറുദ്ദീന് ശേഷം ഇന്ത്യയിൽ ഭരണം നടത്തിയത്. 18. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സാമ്രാജ്യം എവിടെ വരെയായിരുന്നു? ബംഗാൾ മുതൽ ഖൈബർ ചുരം വരെയും ഹിമാലയം മുതൽ നർമ്മദാ നദി വരെയും.
ബംഗാൾ മുതൽ ഖൈബർ ചുരം വരെയും ഹിമാലയം മുതൽ നർമ്മദാ നദി വരെയുമായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സാമ്രാജ്യം. 19. മുഗൾ വംശത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങളെയെല്ലാം ചേർത്ത് വിളിക്കുന്ന പേര് എന്താണ്? ഡൽഹി സൽത്തനത്ത്. ഡൽഹി സൽത്തനത്ത് എന്നാണ് മുഗൾ വംശത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങളെയെല്ലാം ചേർത്ത് വിളിക്കുന്നത്. 20. ഡൽഹി സൽത്തനത്ത് അവസാനിച്ചത് എന്ന്? AD 1308. AD 1308 ഡൽഹി സൽത്തനത്ത് അവസാനിച്ചത്. 21. ആരുടെ ആക്രമണത്തോടെയാണ് ഡൽഹി സൽത്തനത്ത് അവസാനിച്ചത്? മംഗോളിയൻ ഭരണാധികാരിയായ തിമൂർ. മംഗോളിയൻ ഭരണാധികാരിയായ തിമൂറിന്റെ ആക്രമണത്തോടെയാണ് ഡൽഹി സൽത്തനത്ത് അവസാനിച്ചത്. 22. തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? സയ്യിദ് വംശം. 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് വംശം ഇന്ത്യ ഭരിച്ചത്. 23. സയ്യിദ് വംശത്തിന് ശേഷം ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? ലോധി വംശം. 1451 മുതൽ 1526 വരെയായിരുന്നു ലോധി വംശം ഇന്ത്യ ഭരിച്ചത്. 24. ഇന്ത്യയിലെ ഏറ്റവും വലുതും ശക്തവുമായ ഭരണകൂടമേത്? മുഗൾ വംശം. മുഗൾ വംശമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും ശക്തവുമായ ഭരണകൂടം. 1526 മുതൽ 1857 വരെയായിരുന്നു മുഗൾ വംശത്തിന്റെ കാലഘട്ടം. 25. മുഗൾ വംശത്തിന് തുടക്കമിട്ടത് ആര്? ബാബർ. ബാബറാണ് മുഗൾ വംശത്തിന് തുടക്കമിട്ടത്. 26. ബാബർ മുമ്പ് ഏത് പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു? കാബൂൾ. കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. 27. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമേത്? 1526. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. 28. ആരെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ വംശത്തിന് തുടക്കമിട്ടത്? ഇബ്രാഹിം ലോധിയെ. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ വംശത്തിന് തുടക്കമിട്ടത്. 29. 1527 ഫൈസാബാദിൽ ബാബർ പണി കഴിപ്പിച്ച പള്ളിയേത്? ബാബരി മസ്ജിദ്. ബാബരി മസ്ജിദാണ് 1527 ബാബർ പണി കഴിപ്പിച്ചത്. ഇത് 1992 തകർക്കപ്പെട്ടു. 30. 1539 ആരെ പരാജയപ്പെടുത്തിയാണ് ഷേർഖാൻ അഥവാ ഷേർഷാ ഡൽഹി പിടിച്ചെടുത്ത് ഭരണം നടത്തിയത്? ബാബറിന്റെ മകൻ ഹുമയൂണിനെ. ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് ഷേർഷാ ഡൽഹി പിടിച്ചെടുത്ത് ഭരണം നടത്തിയത്. 31. ദൈവത്തിന് കീഴ്പ്പെടാത്ത ഭരണാധികാരികൾക്ക് ജനം കീഴ്പ്പെടുകയില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഷേർഷാ. ഷേർഷയുടെ വാക്കാണ് ദൈവത്തിന് കീഴ്പ്പെടാത്ത ഭരണാധികാരികൾക്ക് ജനം കീഴ്പ്പെടുകയില്ല. 32. ആഗ്രക്കടുത്ത് ഫതഹ്പൂർ സിക്രി നഗരം നിർമ്മിച്ച ഭരണാധികാരിയാര്? അക്ബർ. അക്ബറാണ് ആഗ്രക്കടുത്ത് ഫതഹ്പൂർ സിക്രി നഗരം നിർമ്മിച്ചത്. 33. അക്ബർ നടപ്പിലാക്കിയ പുതിയ മതമേതായിരുന്നു? ദീനെ ഇലാഹി. ദീനെ ഇലാഹി നടപ്പിലാക്കിയത് അക്ബറായിരുന്നു. 34. അക്ബറിന്റെയും ജഹാംഗീറിന്റെയും അനിസ്ലാമിക നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്ന ഇസ്ലാമിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയാണ് അക്ബറിന്റെയും ജഹാംഗീറിന്റെയും ഇസ്ലാം വിരുദ്ധ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്ന ഇസ്ലാമിക പരിഷ്കർത്താവ്. 35. ഡൽഹിയിലെ ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചതാര്? ഷാജഹാൻ. ഷാജഹാൻ പണികഴിപ്പിച്ചതാണ്
ഡൽഹിയിലെ ജുമാ മസ്ജിദ്. 36. മുഗൾ വാസ്തുകല ഏറ്റവും വികസിച്ചത് ആരുടെ കാലത്തായിരുന്നു? ഷാജഹാന്റെ കാലത്താണ് മുഗൾ വാസ്തുകല ഏറ്റവും വികസിച്ചത്. 37. ദീനെ ഇലാഹിയുടെ പേരിൽ നടപ്പിലാക്കിയിരുന്ന രാജാക്കന്മാർക്കുള്ള സുജൂദ് നിർത്തലാക്കിയത് ആര്? ഷാജഹാനാണ് ദീനെ ഇലാഹിയുടെ പേരിൽ നടപ്പിലാക്കിയിരുന്ന രാജാക്കന്മാർക്കുള്ള സുജൂദ് നിർത്തലാക്കിയത്. 38. ഷാജഹാന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരി ആര്? ഔറംഗസീബ് ആലംഗീറാണ് ഷാജഹാന് ശേഷം ഇന്ത്യ ഭരിച്ചത്. 39. ഉമവ്യ ഭരണാധികാരികളിൽ ഉമർ അബ്ദുൽ അസീസിനെ പോലെ മുഗൾ വംശത്തിലെ ഭരണാധികാരി ആര്? ഔറംഗസീബ് ആലംഗീറാണ് ഉമവി ഭരണാധികാരികളിൽ ഉമർ അബ്ദുൽ അസീസിനെ പോലെ മുഗൾ വംശത്തിൽ ഭരണം നടത്തിയിരുന്നത്. 40. ഷാജഹാൻ നിർമ്മിച്ചതുപോലെ ആഡംബര കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായമുള്ള മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ഔറംഗസീബ് ആലംഗീറാണ് ഷാജഹാൻ നിർമ്മിച്ചതുപോലെയുള്ള ആഡംബര കെട്ടിടങ്ങൾ തെറ്റാണ് എന്നുള്ള അഭിപ്രായമുണ്ടായിരുന്ന ഭരണാധികാരി. 41. തൊപ്പി തുന്നിയും മുസ്ഹഫ് പകർത്തി എഴുതിയും സ്വന്തം ആവശ്യത്തിന് പണം കണ്ടെത്തിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസീബ് ആലംഗീറാണ് തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും തന്റെ ജീവിത ചെലവുകൾ നടത്തിക്കൊണ്ടിരുന്ന ഭരണാധികാരി. 42. ഔറംഗസീബ് മരണപ്പെട്ട വർഷം ഏതാണ്? 1707. 1707 ഔറംഗസീബ് മരണപ്പെടുന്നത്. 43. മുഗൾ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സഫറാണ് മുഗൾ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. 44. മുഗൾ രാജവംശം അവസാനിച്ചത് എന്ന്? 1857. 1857 മുഗൾ രാജവംശം അവസാനിച്ചത്. 45. ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത്? മ്യാൻമറിലെ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത്. ഡൽഹി സൽത്തനത്ത് പ്രധാന ഭരണാധികാരികൾ: 1. കുതുബുദ്ദീൻ ഐബക്. 2. ഇൽതുമിഷ്. 3. റസിയ സുൽത്താന. 4. നാസിറുദ്ദീൻ മഹ്മൂദ്. 5. ഗിയാസുദ്ദീൻ ബാൽബൻ. 6. ജലാലുദ്ദീൻ ഖിൽജി. 7. ഖിയാസുദ്ദീൻ തുഗ്ലക്. 8. മുഹമ്മദ് തുഗ്ലക്. 9. ഫിറോസ് ഷാ തുഗ്ലക്. മുഗൾ രാജവംശം പ്രധാന ഭരണാധികാരികൾ: 1. ബാബർ. 2. ഹുമയൂൺ. 3. അക്ബർ. 4. ജഹാംഗീർ. 5. ഷാജഹാൻ. 6. ഔറംഗസീബ് ആലംഗീർ. 7. ബഹദൂർ ഷാ സഫർ. 46. നൈസാം ഭരണകൂടം സ്ഥാപിച്ചത് ആര്? നിസാമുൽ മുൽക്കാണ് നൈസാം ഭരണകൂടം സ്ഥാപിച്ചത്. 47. നൈസാം ഭരണകൂടത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഡക്കാനിലെ ഹൈദരാബാദിലാണ് നൈസാം ഭരണകൂടത്തിന്റെ ആസ്ഥാനം. 48. ആരുടെ ഭരണകാലത്താണ് നിസാമുൽ മുൽക്ക് മുഗൾ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നത്? മുഹമ്മദ് ഷായുടെ ഭരണകാലത്താണ് നിസാമുൽ മുൽക്ക് മുഗൾ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നത്. 49. ഹൈദരാബാദ് ഭരണകൂടം സ്ഥാപിച്ചത് ആര്? നിസാമുൽ മുൽക്കാണ് ഹൈദരാബാദ് ഭരണകൂടം സ്ഥാപിച്ചത്. ഹൈദരാബാദ് ഭരണകൂടത്തിന്റെ ആസ്ഥാനം ഗോൽക്കൊണ്ടയാണ്
ഹൈദരാബാദ് ഭരണകൂടത്തിന്റെ ആസ്ഥാനം. 50. മുഗളിൽ നിന്ന് ബംഗാളിനെ സ്വതന്ത്രമാക്കിയത് ആരാണ്? അലിവർദ്ദിഖാൻ. അലിവർദ്ദിഖാനാണ് ബംഗാളിനെ മുഗൾ വംശത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയത്. 51. ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് 1757 പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പിടിമുറക്കിയത്? സിറാജുദ്ദൗല. സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ 1757 പ്ലാസി യുദ്ധത്തിലൂടെ ഇന്ത്യ പിടിച്ചെടുത്തത്. 52. ആരുടെ സൈന്യത്തിലെ യോദ്ധാവായിരുന്നു ഹൈദരലി? മൈസൂർ രാജാവായ കൃഷ്ണരാജിന്റെ സൈന്യത്തിലെ യോദ്ധാവായിരുന്നു ഹൈദരലി. 53. ഹൈദരലി സ്ഥാപിച്ച ഭരണകൂടം ഏത്? ഖുദാദാദ് സൽത്തനത്തായിരുന്നു ഹൈദരലി സ്ഥാപിച്ച ഭരണകൂടം. 54. ഖുദാദാദ് സൽത്തനത്തിന്റെ അർത്ഥമെന്ത്? ദൈവദത്ത ഭരണകൂടം. ദൈവദത്ത ഭരണകൂടം എന്നാണ് ഖുദാദാദ് സൽത്തനത്തിന്റെ അർത്ഥം. 55. ഖുദാദാദ് സൽത്തനത്ത് സ്ഥാപിതമായ വർഷമേത്? 1761. 1761 ഖുദാദാദ് സൽത്തനത്ത് സ്ഥാപിതമായത്. 56. നാവികസേനയെ യുദ്ധത്തിനായി സജ്ജീകരിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഹൈദരലിയാണ് നാവികസേനയെ യുദ്ധത്തിനായി സജ്ജീകരിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. 57. ഹൈദരലിക്ക് ശേഷം ഖുദാദാദ് സൽത്തനത്തിന്റെ ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താനാണ് ഹൈദരലിക്ക് ശേഷം ഖുദാദാദ് സൽത്തനത്തിന്റെ ഭരണാധികാരി. 58. ടിപ്പു സുൽത്താൻ എത്രാമത്തെ വയസ്സിലാണ് അധികാരത്തിലേറിയത്? 32. 32ാമത്തെ വയസ്സിലാണ് ടിപ്പു സുൽത്താൻ അധികാരത്തിൽ ഏറിയത്. 59. ഇംഗ്ലീഷുകാർ ടിപ്പു സുൽത്താനുമായി നടത്തിയ യുദ്ധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധം അഥവാ മൈസൂർ യുദ്ധം. കർണാട്ടിക് യുദ്ധം എന്ന പേരിലാണ് ഇംഗ്ലീഷുകാർ ടിപ്പു സുൽത്താനുമായി നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത്. 60. 100 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നതാണ് നല്ലത്. ആരുടെ വാക്കുകളാണിത്? ടിപ്പു സുൽത്താന്റെ വാക്കുകളാണ് 100 വർഷം ആടായി ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നത്. 61. ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായ വർഷം ഏത്? 1799. 1799 ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായത്. 62. ടിപ്പു സുൽത്താന്റെ മരണവാർത്ത കേട്ടപ്പോൾ ബ്രിട്ടീഷ് പടത്തലവൻ ജനറൽ ഹാരിസ് പറഞ്ഞതെന്ത്? ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. ടിപ്പു സുൽത്താന്റെ മരണവാർത്ത കേട്ടപ്പോൾ ജനറൽ ഹാരിസ് പറഞ്ഞതാണ് ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. 63. ബാബർ ചക്രവർത്തിയുടെ പേരിലുള്ള കലിഗ്രഫി ശാഖയേത്? ഖത്തേ ബാബരി എന്നാണ് ബാബർ ചക്രവർത്തിയുടെ പേരിലുള്ള കലിഗ്രഫി അറിയപ്പെടുന്നത്. 64. ഹൈദരാബാദിലെ ഡെക്കാൻ ആസ്ഥാനമാക്കി നിസാമുൽ മുൽക്ക് സ്ഥാപിച്ച ഭരണകൂടം ഏത്? നൈസാം ഭരണകൂടമാണ് ഹൈദരാബാദിലെ ഡെക്കാൻ ആസ്ഥാനമാക്കി നിസാമുൽ മുൽക്ക് സ്ഥാപിച്ചത്. 65. നാസിറുദ്ദീൻ മഹ്മൂദിന്റെ പിതാവ് ആര്? ഇൽത്തുമിഷിന്റെ മകനാണ് നാസിറുദ്ദീൻ മഹ്മൂദ്. 66. ബാബർ ഏത് വംശജനായിരുന്നു? മംഗോൾ വംശജനായിരുന്നു ബാബർ. അതുകൊണ്ടാണ് ബാബർ സ്ഥാപിച്ച വംശത്തിന് മുഗൾ വംശം എന്ന പേര് ലഭിച്ചത്. ഡൽഹി ആസ്ഥാനമായുള്ള ഭരണകൂടങ്ങൾ: 1. ഗസ്നി സൽത്തനത്ത്. 2. ഗോറി ഭരണം. 3. അടിമ വംശം. 4. ഗിൽജി വംശം. 5. തുഗ്ലക് വംശം. 6. സയ്യിദ് വംശം. 7. ലോധി വംശം. 8. മുഗൾ വംശം.